السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സാദാത്യങ്ങളെ, ഒരുമിച്ച് കൂടിയ ആലിമീങ്ങളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ വലിയ നേതൃത്വമായ സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി AP ഉസ്താദിനെ കാത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഏതാനും സമയങ്ങൾക്കകം സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയുമൊക്കെ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കും. അല്ലാഹു നമ്മുടെ സർവ്വസാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ തണൽ ദീർഘകാലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഖുറത്തു സാദാത്ത് ഖുറാത്തങ്ങളുടെ അനുസ്മരണ പരിപാടിയാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഉസ്താദ് തോക്കുസ്താദ് അവറുകൾ മഹാനായ തങ്ങളെക്കുറിച്ച് വേണ്ടുന്ന വിധത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. ആരോടും അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നിലക്ക് വലിയ നിലയിൽ നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ ഖുറത്തു സാദാത്ത് ഖുറാത്തങ്ങളവറുകൾ 10 വർഷങ്ങൾ അധികം നമ്മുടെ മഹല്ലുകളിൽ ഖാദിയായി, എത്രയോ മഹല്ലുകൾക്ക് വലിയ നേതൃത്വമായി, ജനങ്ങളുടെ പ്രശ്നത്തിന് വലിയ പരിഹാര കേന്ദ്രമായി, ആര് എന്ത് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അടുത്ത് പോയാലും, എന്ത് വിഷയങ്ങൾ തങ്ങളോട് പറഞ്ഞാലും മുഴുവനും അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ആ മഹാന്മാരിലേക്ക് ഏൽപ്പിച്ച് അത് മുഖേന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായത് നാം എല്ലാം അറിഞ്ഞവരും അനുഭവിച്ചവരുമാണ്. ആ മഹാനായ സയ്യിദ് അവറുകളുടെ ദറജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കാൻ ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ അഹ്ലു ബൈത്ത് ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണല്ലോ. 2 കാര്യം ഞാൻ ഇവിടെ വഹിച്ചിട്ട് പോകുന്നു. തറക്തു അംറൈനി, ആ 2 കാര്യത്തിൽ ഒന്നാമത്തത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാകുന്ന പരിശുദ്ധ ഖുർആന. ആ ഖുർആൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഒരു നിലക്കും അതിൻ്റെ സൂറത്തിനോ ആയത്തിനോ വരികൾക്കോ പുള്ളികൾക്കോ ഒന്നും ഒരു മാറ്റമില്ലാതെ, ഒരു മാറ്റത്തിരുത്തലിന് വിധേയമാവാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമായ പരിശുദ്ധ ഖുർആന. ആ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. ആ ഖുർആനിൽ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് കഴിയണം. അതിൽ പറഞ്ഞ വിരോധങ്ങൾ എന്താണോ
അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ആ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ആ ഖുർആനിലൂടെ ജീവിതം വളരെ ധന്യമാക്കിയ മഹാനായിരുന്നു മഹാനായ ഖുറാത്തങ്ങൾ എന്ന് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞു. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ആ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുമ്പോൾ മഹാനായ തങ്ങളവറുകൾ മന്ത്രിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ അവിടത്തെ നാവുകൊണ്ട് ഖുർആനോദി ദിക്ർ ചൊല്ലി എപ്പോഴും ആ നാവ് ഖുർആന് കൊണ്ട് ദിക്ർ കൊണ്ട് പച്ചപ്പിടിപ്പിച്ചപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ നിലക്കുള്ള പവർ മഹാനായ തങ്ങളുടെ നാവിന് അല്ലാഹു കൊടുത്തു. ആ തങ്ങളവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് പറഞ്ഞത് വഇത്റതി, എൻ്റെ സന്താനം, എൻ്റെ കുടുംബം, അതും ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കാനും ആ നബി തങ്ങളെ നിരീക്ഷിക്കാനും നമുക്കിവിടെ അഹ്ലി ബൈത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ അവിടത്തെ കാണാൻ നമുക്ക് ഏറ്റവും വലിയ കാരണമായി അഹ്ലി ബൈത്ത് ഇവിടെ ഉണ്ടാകും. എന്നെ നിങ്ങൾ കാണേണ്ടത് അഹ്ലി ബൈത്തിലൂടെയാണെന്ന് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് സാദാത്യങ്ങളെ ബഹുമാനിക്കുന്ന സയ്യിദന്മാരോട് ആദരവുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോട് അധികമൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും സയ്യിദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചര്യയിലായി അവിടുത്തെ നല്ല സ്വഭാവത്തിലായി ജനങ്ങളെ എപ്പോഴും നല്ല തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന മനസ്സുള്ള ആളുകളാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വണ്ണമായ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. നന്മ ജീവിതത്തിൽ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖ് ഉണ്ടായാൽ തന്നെ അതിവലിയ ഹുസ്നുൽ ഖുൽഖാൻ. മീസാനിൽ ഏറ്റവും തൂക്കമുള്ള അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് നല്ല സ്വഭാവമാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും നല്ല സ്വഭാവത്തിന്റെ ആളുകളായി ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളായി അല്ലാഹു മാറ്റിത്തരട്ടെ. ഒരാൾക്കും ഇവിടെ കിബിർ നടിക്കാനും അസൂയ വെക്കാനും മറ്റുള്ളവനെ താഴ്ത്തി പറയാനും താഴ്ന്നു കാണാനും ഒരാളും ആഗ്രഹിക്കാൻ പാടില്ല. ഏറ്റവും വലിയ അഹങ്കാരം ഇവിടെ കിബിർ അത് അല്ലാഹുവിനാണ്. വലഹുൽ കിബ്രിയാ, വലിപ്പത്തരം എന്നുള്ളത് അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ഒരാളും ഇവിടെ ജനങ്ങൾ ഇങ്ങനെ അധികം മദ്ഹ് പറഞ്ഞത് കൊണ്ട് വലുതാവുന്നില്ല. ജനങ്ങൾ ഇങ്ങനെ താഴ്ത്തിയത് കൊണ്ട് ഒരാളെ താഴ്ത്താൻ കഴിയുന്നില്ല. എത്ര കണ്ട് നമുക്ക് തവാളുണ്ടോ, താഴ്മയുണ്ടോ, ആ താഴ്മയിലൂടെ ഉയർച്ചയിലേക്ക് എത്താൻ കഴിയുന്നു എന്നല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് മഹാനായ ഖുറാത്തങ്ങളവറുകളെ ജീവിതത്തിൽ അവിടുത്തെ ജീവിതകാലത്ത് ഏത് നിലക്കാണോ നമ്മൾ കണ്ടത്, ഏത് നിലയിലാണോ ആദരിച്ചത്, ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അഭിപ്രായങ്ങളൊക്കെ തങ്ങളെ കുറിച്ചിട്ടുണ്ടായവരുണ്ടാവാം. അവരൊക്കെ തൗബ ചെയ്യണം, തങ്ങളുടെ അടുത്ത് പോയി അവിടുന്ന് ദുആ ചെയ്യണം. അവിടുത്തെ മഖ്ബറയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട്
തൗബ ചെയ്യലല്ലാതെ, മാപ്പ് ചോദിക്കലല്ലാതെ, തങ്ങൾക്ക് പൊറുക്കലിനെ തേടലല്ലാതെ, തങ്ങളുടെ പാരത്രിക വിജയത്തിന് വേണ്ടി ദുആ ചെയ്യലല്ലാതെ വേറൊരു വഴിയില്ല. അവരൊക്കെ രക്ഷപ്പെട്ടു പോകും. പറഞ്ഞ ആളുകളൊക്കെ പരാജിതരിൽ പെട്ടുപോകും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരാളെയും നിസ്സാരമായി കാണാൻ പാടില്ല. എല്ലാവരെയും നമ്മൾ പ്രത്യേകിച്ച് ഓരോ മനുഷ്യനെയും ആദരവോടെ കാണണം. കാരണം മനുഷ്യരായ ആളുകളെ അല്ലാഹു ബഹുമാനിച്ചതാണ്. വലഖദ് കറംനാ ബനി ആദമ, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവാണ് നമ്മോട് പഠിപ്പിച്ചത്. ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കുന്ന, വലിയവരോട് ബഹുമാനമുള്ള ആ ഒരു സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാവണം. ഈ സദസ് മഹാന്മാർ അനുസ്മരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ വലിയ കാരണമാകുന്ന സദസ്സാണ്. വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ വരാറുണ്ട്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ വരാറുണ്ട്. അവരൊക്കെ നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്തു തരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയ ഭാഗ്യമാണ് സുൽത്താനുൽ ഉലമയെ ഖാദിയായി ബയ്യത്ത് ചെയ്യാൻ ഓരോ മഹല്ലുകാർക്കും അവകാശം കിട്ടിയത്. അത് വലിയ ഭാഗ്യമായിട്ട് കാണണം. ആ സുൽത്താനുൽ ഉലമയുടെ അടുത്ത് പോയിട്ട് മഹല്ലുകളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ പോയി നമുക്ക് പറയാമല്ലോ. ചിലപ്പോൾ അത് മർക്കസിൽ തന്നെ പോയി പറയേണ്ടി വരും. കാരണം ഉസ്താദിന്റെ പ്രായം നമ്മൾ കണക്കിലെടുക്കണം. ഈ സമയത്ത് വിശ്രമം നടത്തി വിശ്രമത്തിൽ കഴിയേണ്ട സമയത്ത് ഉസ്താദ് അവറുകൾ ഇപ്പോഴും സഞ്ചാരത്തിലാണ്. അല്ലാഹുവേ, അവിടത്തേക്ക് നീ എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് നൽകണം റഹ്മാനേ. എല്ലാവരും എല്ലാ സമയത്തും സുൽത്താനുൽ ഉലമ ഉസ്താദിന് വേണ്ടി, നമ്മുടെ നേതൃത്വങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും ഈ സമയത്ത് ഓർമ്മപ്പെടും. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഇതാ ഇപ്പോൾ നമ്മുടെ സാമ്പാർ തോട്ട പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നമ്മുടെ സദസ്സിലേക്ക് ഉസ്താദ് അവറുകൾ കയറി വരും. ഒരുപാട് മഹല്ലുകളുടെ ഖാദിയായി ഉസ്താദ് നേതൃത്വം ഏറ്റെടുക്കാൻ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഉസ്താദിന്റെ നേതൃത്വത്തിലായി സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. പുത്തനാശയക്കാരോട് വലിയ നിലക്കുള്ള പ്രതിഷേധം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വലിയ നിലക്കുള്ള നേതൃത്വമാണ് നമ്മുടെ സംഘടനയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ, റഈസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.